ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന ആ വ്യക്തി ഇപ്പോൾ എവിടെയോ ഇരുന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകാം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ഗുണങ്ങളുമുള്ള, നിങ്ങളെ ജീവിതത്തിൽ സ്നേഹിക്കുന്ന ഒരു പങ്കാളിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കാന്തം പോലെ ആകർഷിക്കാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞാലോ? പലരും സ്നേഹത്തിന് വേണ്ടി അലയുമ്പോൾ ചിലർ മാത്രം എങ്ങനെയാണ് ഇത്ര കൃത്യമായി തങ്ങൾക്ക് ചേരുന്ന ആളെ കണ്ടെത്തുന്നത്? അത് ഭാഗ്യമല്ല, അതൊരു ശാസ്ത്രമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹമുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ തെറ്റായ ആളുകളിലേക്ക് എത്തിപ്പെടുന്നു, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആളെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല. ഇതിന് കാരണം നിങ്ങളുടെ പുറത്തുള്ള ലോകമല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയാണ്. ലോ ഓഫ് അട്രാക്ഷൻ വഴി എങ്ങനെ നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടെത്താമെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായി വിവരിച്ചു തരാം. വീഡിയോയുടെ അവസാനം ഇതിനായി ചെയ്യേണ്ട ഒരു പവർഫുൾ ടെക്നിക്കും ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് അവസാനം വരെ വീഡിയോ കാണുക. നിങ്ങൾ മറ്റൊരാളിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങളെ തന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുക. പ്രപഞ്ചത്തിന്റെ ഒരു നിയമമുണ്ട്. നിങ്ങൾ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ തന്നെ ലോകം നിങ്ങളോട് പെരുമാറും. നിങ്ങൾ എപ്പോൾ നിങ്ങളെക്കുറിച്ച് കുറ്റങ്ങൾ പറയുകയും താൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് ചിന്തിക്കുകയും ചെയ്താൽ നിങ്ങളെ ബഹുമാനിക്കാത്ത ആളുകളെ മാത്രമേ നിങ്ങൾ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ ഒരു അഭാവം അനുഭവപ്പെടുമ്പോൾ ആ വിടവ് നികത്താൻ മറ്റൊരാൾ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കുന്നത് സമൃദ്ധിയിലാണ്. നിങ്ങൾ ഉള്ളിൽ സന്തോഷവാനായിരിക്കുമ്പോൾ ആ സന്തോഷം പങ്കിടാൻ ഒരാൾ വരുന്നു, അല്ലാതെ നിങ്ങളുടെ സങ്കടം മാറ്റാൻ ഒരാൾ വരുമെന്ന് കരുതരുത്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുക. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കുക. നിങ്ങളൊരു ഹൈ വൈബ്രേഷൻ അവസ്ഥയിലാകുമ്പോൾ അതേ ഫ്രീക്വൻസിയിലുള്ള ഒരു പങ്കാളി നിങ്ങളിലേക്ക് തനിയെ എത്തും. ഓർക്കുക, നിങ്ങൾ ഒരു രാജകുമാരനെയോ രാജകുമാരിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു രാജാവോ രാജ്ഞിയോ ആകണം. നിങ്ങൾക്ക് എങ്ങനെയുള്ള പങ്കാളിയെ വേണമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തതയുണ്ടോ? മിക്കവരും എനിക്കൊരു നല്ല പങ്കാളിയെ വേണമെന്ന് പൊതുവായി പറയും. എന്നാൽ നല്ലതെന്നത് പ്രപഞ്ചത്തിന് വ്യക്തമല്ല. നിങ്ങൾക്ക് വേണ്ട ഗുണങ്ങൾ കൃത്യമായി ഒരു പേപ്പറിൽ എഴുതുക. ഉദാഹരണത്തിന്, അവരുടെ സ്വഭാവം, സംസാര രീതി, നിങ്ങളെ അവർ എങ്ങനെ പരിഗണിക്കുന്നു, അവരുടെ മൂല്യങ്ങൾ എന്നിവയെല്ലാം എഴുതുക. എന്നാൽ ശ്രദ്ധിക്കുക, ഒരു വ്യക്തിയുടെ പേരോ രൂപമോ മാത്രം വെച്ച് വാശി പിടിക്കരുത്. പകരം ആ വ്യക്തിക്കൊപ്പം ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടേണ്ട വികാരം എന്താണെന്ന് എഴുതുക. ഇനി ഈ കാര്യങ്ങൾ ദിവസവും ദൃശ്യവൽക്കരണം ചെയ്യുക. നിങ്ങൾ ആ പങ്കാളിക്കൊപ്പം സന്തോഷമായി നടക്കുന്നു, സംസാരിക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. ഇതെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന ഭാവത്തിൽ സങ്കല്പിക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങൾ പറയുന്നത് ഇതാണ് എനിക്ക് വേണ്ടതെന്ന്. ഈ ദൃശ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പതിയുമ്പോൾ പ്രപഞ്ചം അത്തരമൊരു വ്യക്തിയെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കും. അത് ഒരു യാദൃശ്ചികമായ കണ്ടുമുട്ടലിലൂടെയോ ഒരു സുഹൃത്ത് വഴിയോ സംഭവിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇനി ഞാൻ വാഗ്ദാനം ചെയ്ത ആ പവർഫുൾ ടെക്നിക്ക് ഇതാ, ദി എംപ്റ്റി സ്പേസ് ടെക്നിക്. നിങ്ങളുടെ ജീവിതത്തിൽ ആ പങ്കാളി ഇപ്പോൾ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവർക്കായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരിടം നൽകുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ അലമാരയിൽ അവർക്കായി ഒരു ചെറിയ ഭാഗം ഒഴിച്ചിടുക. അല്ലെങ്കിൽ രാത്രി ഉറങ്ങുമ്പോൾ കട്ടിലിന്റെ ഒരു വശം അവർക്കായി വിട്ടുകൊടുക്കുക. ഇത് പ്രപഞ്ചത്തിന് നിങ്ങൾ നൽകുന്ന ശക്തമായ ഒരു സിഗ്നലാണ്. ഞാൻ തയ്യാറാണ്, എൻ്റെ ജീവിതത്തിൽ അവർക്കായി ഇടമുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും പ്രണയ നൈരാശ്യത്തിലൂടെ കടന്നു പോയവരാകാം. അവരെ ഓർത്ത് വിഷമിക്കാതെ മികച്ചത് വരാനിരിക്കുന്നുവെന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളെ തേടി വരുന്നത് ഒരു അത്ഭുതമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പ്രണയത്തിനായി കാത്തിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. കമന്റ് ബോക്സിൽ ഐ എം റെഡി ഫോർ മൈ സോൾമേറ്റ് എന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ആഗ്രഹം സഫലമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു ഓൾ. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.